ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ പലർക്കും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ. സാക്ഷാൽ വിരാട് കോഹ്ലി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 68 മത്സരങ്ങൾ, 40 മത്സരങ്ങൾ അതിൽ ഇന്ത്യയെ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഇരിക്കെ മികച്ച റെക്കോർഡുകളുമായി പോയ വിരാട് കോഹ്ലി ഒരു സുപ്രഭാതത്തിൽ താൻ ഇനി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു. എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലി ഇങ്ങനൊരു തീരുമാനം പെട്ടെന്നെടുത്തത്? ഏവരെയും അത് അത്ഭുതപ്പെടുത്തി. എന്തായാലും എന്തുകൊണ്ട് താൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് വിരാട് കോഹ്ലി തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒന്നാമതെത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്ക് മുമ്പിലുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും എൻ്റെ ചിന്തയിലുണ്ടായിരുന്നില്ല. എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് മുൻപന്തിയിലെത്തണം. അതിനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു. ആ സമയത്ത് ആ സമ്മർദ്ദം എന്നെ വല്ലാതെ ബാധിക്കുകയുണ്ടായി. എൻ്റെ വ്യക്തി ജീവിതത്തെ പോലും ആ സമ്മർദ്ദം തളർത്താൻ തുടങ്ങി. പതുക്കെ പതുക്കെ എനിക്ക് ഫോം നഷ്ടമായി തുടങ്ങി. ആ സമയത്താണ് വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നിട്ട് കൂടി ഞാൻ ടെസ്റ്റ് ടീമിൻ്റെ നായകസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാൻ തീരുമാനിച്ചത്. എന്തായാലും എന്നിലെ ബാറ്റ്സ്മാനെ എനിക്ക് തിരിച്ചു തന്നത് രാഹുൽ ദ്രാവിഡും ആ സമയത്ത് ബാറ്റിംഗ് കോച്ചായിരുന്ന വിക്രം റാത്തോറുമൊക്കെ ആയിരുന്നു. അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ പതുക്കെ പതുക്കെ ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 2023 കാലഘട്ടത്തിൽ എൻ്റെ ബാറ്റിങ്ങിലെ മികച്ച ഫോമിന് കാരണം രാഹുൽ ദ്രാവിഡൊക്കെ എനിക്ക് തന്ന പിന്തുണയാണ്. ഒരു സമയത്ത് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ലോകത്തിലെ ഏത് വമ്പൻ ടീമും പേടിക്കുന്ന രീതിയിലാക്കിയെടുത്തത് ഈ വിരാട് കോഹ്ലി എന്ന താരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.